ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷായിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. ചിലവർക്കിത് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയാൻ പറയുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് കടലപ്പൊടിയും പിന്നെ 1/4 കപ്പ് മൈദപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വെള്ളവും ഒഴിച്ച് കൂട്ടി വെക്കാവേ. അധികം ലൂസായി പോകരുത്. എന്നിട്ട് നമുക്കിത് ഈ സോയ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് അത് പുരട്ടി വെക്കണേ. ഇതിൽ നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ സോയ മസാല അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആകുന്നത് വരെ നമുക്കിത് മൊരിയിച്ചെടുക്കണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ചായൻ്റെ ഒപ്പം കഴിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.